പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഈ ദിവസം ദാനമായി നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുവാൻ നിക്കോദിമോസിനോട് അരുൾ ചെയ്യുകയും നിക്കോദിമോസ് അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശുവിനെ വധിക്കുന്നതിന് ഗൂഢാലോചന നടത്തുമ്പോൾ ആ ഗൂഢാലോചന നീതിപൂർവം അല്ല എന്നും അവന് വിചാരണ കൂടാതെ വിധിക്കുവാൻ കഴിയുകയില്ലെന്നും നിക്കോദിമോസ് ഓർമ്മിപ്പിക്കും. യേശുവിൻ്റെ മൃതശരീരം ഏറ്റെടുത്തുകൊണ്ട് സമ്പൂർണമായിട്ടും യേശുവിൻ്റെ വചനങ്ങളെ സ്വീകരിച്ച പുതിയൊരു ജന്മത്തിലേക്ക് കടന്നു വന്ന നിക്കോദീസിനെ പോലെ ഞങ്ങളും ഓരോരുത്തരും യേശുവിൻ്റെ വചനത്താൽ വീണ്ടും ജനിക്കുവാനും ജ്ഞാനസ്നാനം സ്വീകരിച്ചെന്ന രീതിയിൽ പുതുജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന ബോധ്യത്തിൽ ഞങ്ങൾ ജീവിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം. കാരുണ്യവാനായ ദൈവമേ, ഇന്നത്തെ ഈ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുന്നു. നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. വീണ്ടും ജനിക്കുവാൻ കഴിയാതെ പോകുന്ന ദൈവകൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാനും അങ്ങിലേക്ക് തിരികെ വരുവാനും അങ്ങനെ അകന്നുപോയവരെ കൂട്ടിക്കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കാം. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥകളെയും മാറ്റി ദൈവപ്രസാദത്താൽ നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നിൻ്റേതാക്കി തീർക്കുവാൻ കൃപ നൽകണമേ. ഈശോയെ, ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.